ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി ബീഫ് ഫ്രൈ ആണ്. ആർക്കും ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ ബീഫ് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊരു 750 ഗ്രാം ബീഫുണ്ട്. അപ്പോൾ നമുക്കിത് വേഗത്തിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 3/4 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് കുരുമുളക്, നമ്മളുടെ ബീഫിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതാണ് കുരുമുളക് ചതച്ചത്. ബീഫ് ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആവുന്നത് കുരുമുളക് ചതച്ചത് ഇടുമ്പോഴാണ്. അത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ബീഫിലേട്ടൊക്കെ അതൊന്ന് പിടിക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ബീഫ് കഴുകി വരുമ്പോൾ തന്നെ കുറച്ച് വെള്ളം ഉണ്ടാകും. അപ്പോൾ അത് മതിയാകും. ഇനി ഇത് നന്നായിട്ട് അടച്ചു മൂടി ഒരു 4 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ വിസിലൊക്കെ പോയി. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ബീഫ് ഇവിടെ അത്യാവശ്യം വെന്തൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിലെ കുറച്ച് വെള്ളമൊക്കെ കാണുന്നുണ്ട്. ഈ വെള്ളം നമ്മൾ എടുത്ത് ഊറ്റിക്കളയൊന്നും ചെയ്യരുത്. ഇതിലിട്ട് തന്നെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. കാരണം ഈ ബീഫിൻ്റെ ഈ ബീഫിൽ നിന്ന് വരുന്ന ഈ വെള്ളമാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പോൾ അത് ബീഫിൽ തന്നെ ഇട്ടിട്ട് നമുക്കിത് വറ്റിച്ചെടുക്കാം. അപ്പോൾ അതാ ബീഫൊക്കെ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാകും. ഇനിയിപ്പോൾ നമ്മൾക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ബീഫ് ഫുള്ളായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞു. ഇനി ഇത് അവിടെ കിടന്നൊന്ന് ഫ്രൈ ആവട്ടെ. ഒരുപാട് നേരമൊന്നും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇത് കഴിക്കാനായിട്ട് ഭയങ്കര ഹാർഡായിട്ടിരിക്കും. അപ്പോൾ കുറച്ച് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ബീഫ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അത് കഴിയുമ്പോൾ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മളുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആകും. അപ്പോൾ ഇതാ ഏകദേശം നമ്മളുടെ ബീഫ് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒരു 2 പച്ചമുളക് ഒന്ന് പൊളിച്ചിട്ട് കൊടുക്കാം. ഇത് ചുമ്മാ ഇടുന്നതാണ്, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ടുന്നുള്ളൂ. ഇനി ഈ ബീഫ് നമ്മൾ വാങ്ങാറാകുമ്പോഴത്തേക്കുമാണ് ഇനി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. അതുപോലെ ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും ഇട്ട് കൊടുക്കണം. പിന്നെ അര ടീസ്പൂൺ കുരുമുളക് ചതച്ചതും ഇട്ട് കൊടുക്കാം. പിന്നെ പച്ച കറിവേപ്പിലയുടെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയുടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള ബീഫ് ഫ്രൈ റെഡി ആയി കഴിയും. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ ഒരു ഗരം മസാലയുടെയൊക്കെ ആ ഒരു സ്മെല്ല് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു റെസിപ്പീസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് മല്ലിയില ഒന്ന് ചോപ്പ് ചെയ്തത് ഇട്ടിട്ടൊന്ന് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ ബീഫ് ഫ്രൈ, അടിപൊളി ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. എല്ലാവരും സേഫായിട്ടിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത കിടിലൻ വീഡിയോയുമായി വരുന്നത് വരെ ഇൻഷാ അല്ലാഹ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.